നമസ്കാരം. ഇതുവരെയും വെളിപ്പെടാത്ത നിഗൂഢതകളും രഹസ്യങ്ങളും അളക്കാനാവാത്ത സമ്പത്തുമെല്ലാം ചേർന്ന് വിശ്വാസികൾക്കിടെ ഏറെ പ്രശസ്തമായിരിക്കുന്ന ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളെല്ലാം അതേപടി ഒത്തിണങ്ങിയ മറ്റൊരു ക്ഷേത്രമുള്ള കാര്യം എല്ലാവർക്കും അറിയുമോ എന്നറിയില്ല. ഒരു പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആദിരൂപം എന്ന് തന്നെ വിളിക്കപ്പെടുവാൻ യോഗ്യമായ ഒരു ക്ഷേത്രം കന്യാകുമാരിയിലെ തിരുവട്ടാർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രമെന്നാണ് ചരിത്രം. കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും ചരിത്രത്തോട് ഒരുപോലെ ചേർന്ന് കിടക്കുന്ന തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാം. വിഷ്ണുവിന്റെ 108 ദിവ്യദേശങ്ങളിൽ ഒന്നായ തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രം പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ആദിധാമ സ്ഥലം, ദക്ഷിണ വൈകുണ്ഠം, ചേരനാട്ടിലെ ശ്രീരംഗം, പരശുരാമ സ്ഥലം എന്നിങ്ങനെ പല നാമങ്ങളാണ് ഈ ക്ഷേത്രത്തിന്. ഐതിഹ്യങ്ങൾ അനുസരിച്ചാണ് ഓരോരോ പേരുകളിൽ ഈ സ്ഥലങ്ങൾ അറിയപ്പെടുന്നത്. കേരളത്തിലെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രമാണെങ്കിൽ തമിഴ്നാട്ടുകാർക്ക് അത് തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രമാണ്. തിരുവനന്തപുരത്തെ ക്ഷേത്രത്തെക്കാളും പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് കേരളത്തിലെ ക്ഷേത്രം നിർമ്മിച്ചത് എന്നും ഒരു വാദമുണ്ട്. തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ഈ ക്ഷേത്രത്തെയാണ് ഒരു മാതൃകയായി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതികളും വാസ്തുവിദ്യയും ഒക്കെ തിരുവട്ടാർ ക്ഷേത്രത്തോട് കടപ്പെട്ടിരിക്കുന്നു. എന്തു തന്നെ ആയാലും രണ്ടു ക്ഷേത്രങ്ങളിലും അനന്തശയനത്തിലുള്ള വിഷ്ണുവിനെയാണ് പ്രധാന പ്രതിഷ്ഠയായി ആരാധിക്കുന്നത്. തിരുവനന്തപുരത്തെ പ്രതിഷ്ഠ കിഴക്കോട്ടാണ് അഭിമുഖമെങ്കിൽ ഇവിടത്തേത് പടിഞ്ഞാറ് ദിശയിലേക്കാണ്. അതുമാത്രമല്ല, 22 അടി നീളമുള്ള അനന്തശയനമാണ് ഇവിടെയുള്ളത്. തിരുവനന്തപുരത്തെ അനന്തപത്മനാഭന്റെ വിഗ്രഹത്തിന് 18 അടിയാണ് നീളം. ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകളുള്ള സ്ഥലത്താണ് ആദികേശവ പെരുമാൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ 3 വശങ്ങൾ 3 നദികളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇതിന്റെ നിർമ്മാണത്തെക്കുറിച്ചും ഐതിഹ്യങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും 7-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടതെന്നാണ് കരുതുന്നത്. ആദികേശവൻ എന്നാൽ ഏറ്റവും ആദ്യത്തെ സുഹൃത്ത് എന്നാണത്രേ അർത്ഥം. ഒരിക്കൽ കേശി എന്ന് പേരായ ഒരു അസുരനുമായി ആദികേശവ പെരുമാളിനെ ഏറ്റുമുട്ടേണ്ടി വന്നു. ഭൂമുഖത്തിന് ഏറെ നാശങ്ങൾ വരുത്തിവെച്ച ഒരു അസുരനായിരുന്നു കേശി. യുദ്ധത്തിന്റെ ഒടുവിൽ ആദികേശവ പെരുമാൾ കേശിയെ പരാജയപ്പെടുത്തുകയും ശേഷം ക്ഷീണം തീർക്കുവാൻ അയാളുടെ ശരീരത്തിൽ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു. ഇതേ സമയമാണ് കേശിയുടെ ഭാര്യ തന്റെ ഭർത്താവിനെ രക്ഷിക്കുവാനായി ഗംഗാദേവിയോട് അഭ്യർത്ഥിച്ചത്. അപേക്ഷ കേട്ടപ്പോൾ ഗംഗാനദി ത്രമപർണി നദിയുമായി എത്തി. ഒരു പ്രളയം സൃഷ്ടിച്ച് പെരുമാളിൽ നിന്നും കേശിയെ രക്ഷിക്കാനായിരുന്നു ഗംഗാദേവി തീരുമാനിച്ചിരുന്നത്. എന്നാൽ 2 നദികളും ഒരുമിച്ചെത്തുന്നത് കണ്ട പെരുമാൾ ഭൂമിദേവിയോട് ആ പ്രദേശം അല്പം ഉയർത്തുവാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ആ സ്ഥലത്തിനു ചുറ്റും ഒഴുകി ഭഗവാനെ ആരാധിക്കുകയും ചെയ്തു അത്രേ. എന്നാൽ 2 നദികളും കേശിയെ സ്പർശിച്ചപ്പോൾ തന്നെ അയാൾ ശുദ്ധനാവുകയും മോക്ഷം പ്രാപിക്കുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു. ഈ സംഭവങ്ങളെല്ലാം നടന്നത് ഇവിടെ ആയതിനാലാണ് ഈ ക്ഷേത്രം ആദികേശവ പെരുമാൾ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ഇപ്പോഴും ഭൂനിരപ്പിൽ നിന്നും അല്പം ഉയരത്തിലാണ് ക്ഷേത്രം കാണപ്പെടുന്നത്. തിരുവട്ടാർ ക്ഷേത്രത്തിന് ആ പേര് വന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. കേശിയെ രക്ഷിക്കാനായി എത്തിയ ഗംഗാനദിയും ത്രമപർണിനി നദിയും ഇവിടെ എത്തിയപ്പോൾ ഭൂമി അല്പം ഉയർന്നുവല്ലോ. ആ സമയം നദികൾ രണ്ടും ആദികേശവ പെരുമാൾ വട്ടത്തിലാണല്ലോ വലം വെച്ചത്. അങ്ങനെ വട്ടത്തിൽ ഒഴുകിയതിനാലാണ് ഇവിടെ തിരുവട്ടാർ എന്ന് അറിയപ്പെടുന്നത്. ഇന്നും സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 55 അടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.